ആര് വാങ്ങിക്കൊടുത്താൽ എന്താ? സ്കൂട്ടറിൽ ചെല്ലുന്നതിനേക്കാളും സ്റ്റൈലാ കാറിൽ ചെന്നിറങ്ങുന്നത്. അത്ര വലിയ സ്റ്റൈലൊന്നും നമുക്ക് വേണ്ട. നീ ഇപ്പൊ ഇത് പറയുന്നത് എന്താണെന്നൊക്കെ എനിക്കറിയാം. ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ഒരു കാറൊക്കെ എടുത്ത് ഇങ്ങനെ ചെത്തി നടന്നുകൂടെയെന്ന്. അതല്ലേ നിന്റെ മനസ്സിരിപ്പ്? അതെ, കാറുള്ളത് ഒരു അന്തസ്സാ. ആ അന്തസ്സിൽ എനിക്ക് വലിയ വിശ്വാസമില്ല. നമുക്ക് കാറുണ്ടെന്നാ ഞാൻ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. അതെന്തിനാ നീ എങ്ങനെ പറഞ്ഞു നടക്കുന്നത്? ഇല്ലാത്ത അന്തസ് പറഞ്ഞുണ്ടാക്കുന്ന അപകട. നോക്ക്, എനിക്ക് വേണമെങ്കിൽ ഇതിനേക്കാൾ സ്റ്റൈലിന് 5-6 കാറുകൾ വാങ്ങിച്ചിടാൻ കഴിയാഞ്ഞിട്ടല്ല. പക്ഷെ ഇപ്പൊ വേണ്ട, കാറിന്റെ ആവശ്യം നമുക്കിപ്പോ ഇല്ല. നമുക്ക് നമ്മുടെ പഴയ സ്കൂട്ടർ തന്നെ മതി. പോട്ടെ. ഗുഡ് മോർണിംഗ് സാർ. ആരെങ്കിലും ഒരാൾ പറ. എല്ലാ ദിവസത്തെ ഗുഡ് മോർണിംഗ് കൂടി ഒറ്റ മോർണിംഗ് ആക്കി തന്നാൽ മതി. കൊണ്ടുപോകണം. ഇന്നത്തെ കണ്ടന്റ് എഴുതിക്കോ. ആസ് യൂഷ്വൽ മുണ്ടും ജുബേ. ഒന്ന് വേഗം എഴുതി, പോയിട്ട് പണിയുള്ളതാ. പിന്നെ നെറ്റിയിൽ 3 തലവര. ഞാൻ മതിയായിരുന്നു. ഭസ്മക്കുറിയത് കവളിലൊരു കറുത്ത കുത്ത് സാർ. അത് സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ അവളുടെ അമ്മയുടെ ഒരു കുത്ത. അത് നോട്ട് ചെയ്തോ. അതിന്റെ റൂമിന്റെ ചാവിങ്ങ ഇതാ സാർ. ഒരു ചേർച്ചയും ഇല്ലെങ്കിലും പെണ്ണു വീട്ടിലെ പണം മോഹിച്ച് പെണ്ണ് കെട്ടിയ പട്ടിയുടെ ഗതികേടാ മനുഷ്യന്. അതിന് പ്രേമൻ സാർ തന്നെ നല്ലൊരു ഉദാഹരണമാണ്. എങ്കിലെന്തായാലും വിലസണ്ടല്ലേ.